തലസ്ഥാനത്ത് ഇടതുമുന്നണിയുടെ പ്രതിഷേധ കടൽ. ഗവർണർക്കെതിരെയുള്ള രാജ്ഭവൻ മാർച്ചിലും ധർണയിലും മുതിർന്ന നേതാക്കളടക്കം ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്നു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനാ സ്ഥാപനമായ രാജ്ഭവൻ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാഹചര്യമെന്ന് യെച്ചൂരി പറഞ്ഞു. മോദി ഭരണത്തെ ഹിറ്റ്ലറോട് ഉപമിച്ച യെച്ചൂരി കേരളം യുക്തിപരമായി ചിന്തിക്കുന്ന സംസ്ഥാനമാണെന്നും ചൂണ്ടിക്കാട്ടി. The role of the governor as a constitutional position is now being reduced all over as an office that is advancing the political objective of the central government and the ruling BJP. This is not the constitutional role of the governor that is happening. Everything was reduced to accepting what that leader says as the truth. That's exactly what we are seeing today happening under Modi. This assault on reason and rationality is what brought fascism in Germany, sustained fascism, and it is this assault on reason and rationality by destroying higher education that Hitler is aiming to do that Modi is aiming to do in India. ഫിഷറീസ് വിസി നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധി ഗവർണർക്കേറ്റ തിരിച്ചടിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കൃത്യമായിട്ട് 3 പേരുടെ ലിസ്റ്റ് ഇല്ല എന്ന് വന്നാൽ ആ ലിസ്റ്റ് ഉണ്ടാക്കേണ്ടത് ഗവർണറാണ്. കാരണം ഗവർണറാണ് ഇത് നിയമിക്കുന്നത്. അതുകൊണ്ട് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞത് ഇങ്ങനെ ഒരു പെശക് സംഭവിച്ചതിന്റെ പിന്നിൽ കേരളത്തിലെ ഗവർണർക്ക് അതിഗുരുതരമായ പെശക് പറ്റിയിട്ടുണ്ട് എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുന്ന അവസ്ഥ വന്നു. അപ്പൊ അതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് ഗവൺമെന്റിന്റെ മേലെ ചാർത്തി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഈ പറയുന്ന ഗവർണർ ഉൾപ്പെടെ ചാൻസലർ ഉൾപ്പെടെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. മന്ത്രിസഭ തീരുമാനിച്ച് ഓർഡിനൻസ് വീണ്ടും അയച്ചാൽ ഏതു പൊന്നുതമ്പുരാനാണെങ്കിലും ഒപ്പിടാതെ നിവൃത്തിയില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഓർഡിനൻസ് ഒരിക്കലും ഒപ്പിടാതെ രണ്ടാമത് വീണ്ടും ക്യാബിനറ്റ് തീരുമാനിച്ച് ഗവർണറോട് ആവശ്യപ്പെട്ടാൽ ഏത് പുണ്യതമ്പുരാൻ ഗവർണറാണെങ്കിലും ഈ ഒപ്പിടുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അദ്ദേഹത്തിന് അത് വെച്ച് താമസിപ്പിക്കാം. ആ കാലതാമസം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഭരണഘടനയുള്ള ഒരു രാജ്യത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഒരു അക്രമം ഉണ്ടാക്കാനുള്ള ഒരു സമരമല്ല. കേരളത്തിലെ ഗവൺമെന്റിന് പിന്തുണ നൽകുന്ന ഒരു സമരമാണ്. ഗവൺമെന്റിന്റെ പോരാട്ടത്തിൽ ജനകീയ പിന്തുണയാണ് അതുള്ളത്. അത് ഉടനെ അക്രമം ഉണ്ടാക്കാനോ അട്ടിമറിക്കാനോ ഉള്ള ഒരു സമരമല്ല. ഗവർണർ പദവി അനാവശ്യമെന്നാണ് DMK നേതാവ് തിരുച്ചി ശിവ പറഞ്ഞത്. സംസ്ഥാന സർക്കാർ തീരുമാനങ്ങളെ മറികടക്കാനുള്ള അധികാരം ഗവർണർക്കില്ല. ஆளுநர் தேர்ந்தெடுக்கப்பட வேண்டியவரா நியமிக்கப்பட வேண்டியவரா என்றால் ஆளுநர் பதவியே தேவையில்லை என்பது நம்முடைய நிலைப்பாடாக இருக்கலாம். We don't need a governor. ஒன்றிய அரசு நியமிக்கிறவர் ஒரு ஏஜென்ட்டாக மாறுகிறார். ஒன்றியத்தில் அவர் குடியரசுத் தலைவரால் நியமிக்கப்படுகின்றார். ஆனால் செயல்படுவது ஒன்றிய அரசாங்கம் என்ன நினைக்கிறதோ அதை செய்கின்ற ஒரு நிலைமையாக மாறிவிடுகின்றது. எல்லா அமைப்புகளையும் தன் கட்டுக்குள் கொண்டு வந்திருக்கின்ற ஆளுகின்ற பாரதிய ஜனதா அரசு இன்றைக்கு ஆளுநர்களை கொண்டு எதிர்க்கட்சிகள் ஆளுகின்ற மாநிலங்களை எல்லாம் முடிந்த அளவிற்கு இடையூறு செய்கின்றார்கள். ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തലസ്ഥാനത്തില്ലെങ്കിലും കനത്ത സുരക്ഷയാണ് രാജ്ഭവൻ ഒരുക്കിയിട്ടുള്ളത്. VV അരുൺ, ഡാൻ കുര്യൻ എന്നിവർ ചേരുന്നു. ഡാൻ, ഏതാണ്ട് 3 മണി വരെയെങ്കിലും ഉപരോധ സമരം തുടരുമെന്ന് വിചാരിക്കാം അല്ലേ? അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം പ്രമുഖ നേതാക്കളെല്ലാം ഓരോരുത്തരായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിലവിൽ ഒരു 2 മണിക്കൂർ കൂടി നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഒരു ധർണയും മാർച്ചും ഒക്കെ തുടരും എന്ന് തന്നെയാണ് സൂചന. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മാർച്ചിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയ മ്യൂസിയം ജംഗ്ഷനിലാണ്. ഇവിടെ ഒരു അരമണിക്കൂർ മുമ്പ് വരെ വിവിധ ഏരിയ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിരവധി പാർട്ടി പ്രവർത്തകരാണ് എത്തിക്കൊണ്ടിരുന്നത്. അവർ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആ ജനബാഹുല്യം മ്യൂസിയം പരിസരത്ത് ഇപ്പോൾ ഇല്ല. അവർ കൃത്യമായി രാജ്ഭവൻ പരിസരത്തേക്ക് നീങ്ങിയിരിക്കുന്നു. ഒരു വിഭാഗം ആളുകൾ ഭക്ഷണം കഴിക്കാനും മറ്റുമായി വിശ്രമത്തിനും മറ്റുമായി മാറിയിരിക്കുന്നു. എന്തായാലും ജനനിബിഡമായിരുന്നു മ്യൂസിയം പരിസരവും രാജ്ഭവൻ പരിസരവും. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് രാവിലെ 8 മണി മുതൽ ഇവിടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് 10:30യോടെയാണ് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി വഴിതിരിച്ചു വിടുന്ന രീതിയിലേക്ക് അത്തരത്തിൽ ജനബാഹുല്യമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് മാത്രമാണ് വീണ്ടും ഒരു വശത്തു കൂടി ഇപ്പോൾ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ ഗതാഗതം പോലീസ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും
വലിയൊരു ജനബാഹുല്യമാണ് ഈ ഗവർണർക്കെതിരായി ഇടതു മുന്നണി നേതൃത്വം നടത്തുന്ന ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമാകാൻ, ഈ ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമാകാൻ ഇന്ന് രാജ്ഭവൻ പരിസരത്ത് തടിച്ചുകൂടിയത്. കാലാവസ്ഥ ഉൾപ്പെടെ അനുകൂലമായിരുന്നതിനാൽ രാവിലെ മുതൽ തന്നെ പ്രവർത്തകരുടെ വലിയൊരു ഒഴുക്കാണ് ഇവിടേക്ക് ഉണ്ടായത്. രഞ്ജിത്ത്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വി അരുണും ചേരുന്നു. അരുൺ, അക്ഷരാർത്ഥത്തിൽ തലസ്ഥാന നഗരി സ്തംഭിച്ച സാഹചര്യമാണ്. നിരവധി പ്രവർത്തകർ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി. നേതാക്കളൊക്കെ വലിയ ആവേശത്തിൽ പ്രസംഗിച്ചു. ഏറ്റവും ഒടുവിൽ ഇപ്പോഴത്തെ കാഴ്ചകൾ എന്താണ്? എത്ര മണിവരെ ഈ പരിപാടികൾ മുന്നോട്ട് പോകും? ഇപ്പോഴും നേതാക്കൾ പ്രസംഗിക്കുകയാണോ? ഇപ്പോഴും പൊതുസമ്മേളനം തുടരുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇടതുമുന്നണിയുടെ ഘടകകക്ഷി നേതാക്കൾ സംസാരിക്കുകയാണ്. കടന്നപ്പള്ളി രാമേന്ദ്രനാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഗവർണർക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പായി താക്കീതായി, ഇടതുമുന്നണിയുടെ താക്കീതായി ഈ സമരം മാറുകയാണ്. അതിനപ്പുറത്തേക്ക് ദേശീയതലത്തിലും വലിയ പ്രാധാന്യമുള്ള സമരമായി ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലെങ്കിലും വിദ്യാഭ്യാസ സംരക്ഷണ കൂട്ടായ്മ നേതൃത്വം ഈ സമരം മാറുകയാണ്. മുൻപ് DC ഡോക്ടർ ഇക്ബാലായിരുന്നു ഈ സമരത്തിന്റെ വേദിയിലെ അധ്യക്ഷൻ. അതിനുശേഷം CPM ഇടതുമുന്നണിയുടെ പ്രധാന നേതാക്കൾ, CPM ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ നേതാക്കൾ സംസാരിച്ചു. DMK പ്രതിനിധി തിരുച്ചി ശിവ സംസാരിച്ചു. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് കേരളവും തമിഴ്നാടും സമാന പ്രശ്നം അനുഭവിക്കുന്നവരാണ്. ഗവർണറുടെ മുന്നിൽ 20 ബില്ലുകൾ തമിഴ്നാട്ടിലും ഇപ്പോഴും തീരുമാനമാകാതെ കാത്തുകിടക്കുന്നു. അതേ സാഹചര്യം സംസ്ഥാനത്തുമുണ്ട്. ഫെഡറൽ സംവിധാനം തകർക്കുന്ന നീക്കമാണ് ഗവർണർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഗവർണർ പദവി തന്നെ അനാവശ്യമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. മറ്റ് ഇടതു നേതാക്കളും സമാനമായ ഒരു വികാരമാണ് പങ്കുവച്ചത്. ഇനിയെങ്കിലും ഗവർണർ തിരുത്താൻ തയ്യാറാകണം, തിരുത്തൽ നിലപാടെടുക്കണമെന്ന ആവശ്യമാണ് പൊതുവിൽ നിന്ന് ഉയർന്നു വന്നത്. ഇത് ഒരു തുടക്കം മാത്രമെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസ സംരക്ഷണ കൂട്ടായ്മയാണ് ഈ ഒരു സമരം നടത്തിയതെങ്കിൽ അതിനി മുന്നണി ഏറ്റെടുക്കും, ഇടത് മുന്നണി ഏറ്റെടുക്കും. ദേശതലത്തിൽ ഇടത് പക്ഷവും അതുപോലെ തന്നെ ഗവർണർമാർക്കെതിരെ നിലപാടെടുക്കുന്ന, ഗവർണർമാരുടെ പ്രവർത്തനം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന മറ്റ് BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി മാറുമെന്ന ആ ഒരു പ്രതീക്ഷയാണ് സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കൾ പങ്കുവച്ചത്. കേരളത്തിനേത് ഒരു തുടക്കമായി മാറുമെന്നവർ പറയുന്നു. ഏതായാലും വലിയൊരു പ്രതിഷേധ സമരത്തിനാണ് സമീപകാലത്തുനിന്നും തലസ്ഥാനം കണ്ടിട്ടില്ല തരത്തിലുള്ള വലിയൊരു പ്രതിഷേധത്തിനാണ് ഇന്ന് രാജ്ഭവൻ സാക്ഷിയായത്. ഗവർണർ തലസ്ഥാനത്തില്ല, പക്ഷേ അതൊന്നും വകവയ്ക്കാതെ രാജ്ഭവന് വലിയ കാവൽ ഏർപ്പെടുത്തിയിരുന്നു. രാജ്ഭവനിലേക്ക് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള വലിയ മുൻകരുതൽ സർക്കാരും അതുപോലെ പോലീസും സ്വീകരിച്ചിരുന്നു. ഇടത് മുന്നണി നേതാക്കളും അത്തരമൊരു സന്ദേശം നൽകിയിരുന്നു. MV ഗോവിന്ദൻ, കാനം രാജനുമൊക്കെ പറഞ്ഞത് അത്തരത്തിലൊരു അക്രമം നടത്താൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെയുള്ള ആഗ്രഹമുള്ള ചിലരുണ്ട്. പക്ഷെ അത്തരമൊരു അക്രമ സമരമല്ല ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്, നടപ്പാക്കുന്നത്. ഇത്തരത്തിൽ ഗവർണറുടെ നിലപാടുകൾ മുഴുവൻ പേർക്കും പാർട്ടി ഭേദമന്യേ ഇതിൽ അണിചേരാനുള്ള ആഹ്വാനമാണ് ഇടതുമുന്നണി നൽകിയത്. മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികളെ പോലും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇടതു നേതാക്കൾ സ്വാഗതം ചെയ്തു. ഗവർണർക്കെതിരെ സംസ്ഥാനത്തെ സർവകലാശാലകളെ കാര്യവത്കരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെയാണ് സമരമെന്നും മുന്നണി നേതാക്കൾ അവകാശപ്പെടുന്നു. അത്തരമൊരു പ്ലാറ്റ്ഫോമിലേക്ക് പാർട്ടി ഭേദമന്യുള്ള കക്ഷികളുടെ പിന്തുണ, സംഘടനകളുടെ പിന്തുണ അതാണ് ആഹ്വാനം ചെയ്തത്, ആവശ്യപ്പെട്ടത്. ഇവിടെ വന്ന് ഈ സമരത്തിൽ പങ്കെടുത്തവരും അത്തരത്തിലൊരു വ്യത്യസ്ത സമൂഹത്തിലുള്ള വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകളുണ്ടായിരുന്നു. വിദ്യാർത്ഥികളുണ്ടായിരുന്നു, അധ്യാപകരുണ്ടായിരുന്നു, പാർട്ടി പ്രവർത്തകരുണ്ടായിരുന്നു, ബഹുജന സംഘടനകളുടെ പ്രവർത്തകരുടെ അത്തരത്തിൽ അക്കാദമിഷ്യന്മാരുണ്ടായിരുന്നു. അത്തരത്തിൽ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യമാണ് ഇത്തരത്തിൽ ഗവർണർക്ക് നീക്കമെന്ന ഒരു സന്ദേശമാണ് ഈ സമരത്തിലൂടെ മുന്നണി നൽകുന്നത്. ഇതിന്റെ തുടർ സമരങ്ങൾ സംസ്ഥാനത്തുണ്ടാകുമെന്ന് ഉറപ്പാണ്. അതിന് ഇടതു മുന്നണി നേതൃത്വം നൽകും. ദേശതലത്തിലും ഇത്തരം നീക്കങ്ങൾക്കെതിരെ, ഗവർണർമാർക്കെതിരെയുള്ള ഒരു ഐക്യനില രൂപപ്പെടുത്താനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനവും ശ്രമവും. ശരി, വി അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. LDFന്റെ രാജ്ഭവൻ മാർച്ചിൽ സർക്കാർ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന് ഹൈക്കോടതി വിമർശനം. ഹർജിയിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. മാർച്ചിൽ സർക്കാർ ജീവനക്കാർ പങ്കെടുക്കണമെന്ന ഉത്തരവ് എവിടെയെന്ന് സുരേന്ദ്രനോട് ഹൈക്കോടതി ചോദിച്ചു. മാർച്ചിൽ പങ്കെടുക്കുന്ന സർക്കാർ ജീവനക്കാർ ആരൊക്കെയാണെന്ന് എങ്ങനെ അറിയുമെന്നും മാർച്ച് നടത്തുന്നതിന് തടസ്സങ്ങളില്ലെന്നും ചീഫ് ജസ്റ്റിസ് S. മണികുമാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. മാർച്ചിലെ സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്തം സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിക്ക് സുരേന്ദ്രൻ നൽകിയ നിവേദനം പരിഗണിക്കാൻ കോടതി നിർദ്ദേശം നൽകി. സർക്കാർ ഓഫീസിൽ ഒപ്പിട്ട് സമരത്തിന് പോയ ഏതൊരാളെയും കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് K. സുരേന്ദ്രൻ പ്രതികരിച്ചു. സർക്കാർ നിയമവാഴ്ചയെ തകർക്കുന്നതായും സുരേന്ദ്രൻ. ആ വിഷയത്തിൽ ഞങ്ങൾ ഇന്ന് എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും ഞങ്ങളെ പ്രവർത്തകർ വിലയിരുത്തുന്നുണ്ട്.
സർക്കാർ ഓഫീസിൽ പോയി ഒപ്പമിട്ട് സമരത്തിന് പോയ ഏതൊരാളുണ്ടെങ്കിലും അവനെ കണ്ടുപിടിച്ച് നിയമത്തിന് മുമ്പിൽ എത്തിക്കുന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. അത് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിക്കെതിരെ, ഗവർണർക്കെതിരെ എങ്ങനെയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സമരം ചെയ്യുന്നത്? സർക്കാർ തന്നെ നിയമവാഴ്ച തകർക്കുകയാണ്. രാജ്ഭവൻ മാർച്ചിന് ഒരു പ്രസക്തിയുമില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നലെ ഫിഷറീസ് സർവകലാശാലയിലെ വൈസ് ചാൻസലർക്കേറ്റ കോടതി നടപടി. രാജ്ഭവൻ മാർച്ചിൽ എന്താവശ്യമാണോ ഉന്നയിക്കുന്നത് അതിനെ കേരളം നിരാകരിക്കുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഒരു കോടതിയിലും, ജനങ്ങളുടെ കോടതിയിലും CPMന്റെ വാദങ്ങൾ, പിണറായി വിജയന്റെ വാദങ്ങൾ നിലനിൽക്കില്ല. അതേസമയം ആരെയും നിർബന്ധിച്ച് സമരത്തിൽ പങ്കെടുപ്പിച്ചിട്ടില്ലെന്നാണ് CPM നിലപാട്. ന്യൂസ് 18 കൊച്ചി. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ RSS പ്രസ്താവന നാക്കുപിഴയെന്ന് നേതൃത്വം വിശദീകരിക്കുമ്പോഴും മുന്നണിക്കുള്ളിലും കോൺഗ്രസിലും അമർഷം ശക്തമാവുകയാണ്. സുധാകരന്റെ പ്രസ്താവനകൾ ശരിയായ നിലപാടല്ലെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പരസ്യമാക്കി. വിവാദം CPMും ആയുധമാക്കുകയാണ്. പരാമർശം ഗൗരവതരമായി ചർച്ച ചെയ്തെന്നും ഘടകകക്ഷികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. UDFന്റെ കെട്ടുറപ്പിനെ പോലും ബാധിക്കുന്നതാണ് കെ സുധാകരന്റെ ആവർത്തിച്ചുള്ള RSS പരാമർശങ്ങളെന്നാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. കെ സുധാകരനെതിരെ ലീഗ് നേതൃത്വം പരസ്യമായി രംഗത്തെത്തി. കെ സുധാകരന്റെ പ്രസ്താവനകൾ ശരിയായ നിലപാടോ നടപടിയോ അല്ലെന്ന് PMA സലാം ന്യൂസ് 18നോട് പറഞ്ഞു. ചർച്ച ചെയ്യപ്പെടും. കാരണം അത്രമാത്രം ജനങ്ങളിൽ പ്രതികരണമുണ്ടാക്കിയ ഒരു പരാമർശമായിരുന്നു ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിൻ്റെ. അപ്പം അത് UDFിലെ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാനുള്ള ബാധ്യത മുസ്ലിം ലീഗിനുണ്ട്. വിഷയം ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗിന്റെ നിർണായക യോഗം നാളെ മലപ്പുറത്ത് ചേരും. ലീഗിന് മാത്രമല്ല UDFിലെ ചെറുകക്ഷികൾക്കും സുധാകരന്റെ പരാമർശങ്ങളോട് കടുത്ത വിയോജിപ്പുണ്ട്. കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളും കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കാനുള്ള നീക്കത്തിലാണ്. കെ സുധാകരന്റെ പരാമർശങ്ങൾ നേതാക്കൾ ഗൗരവമായി ചർച്ച ചെയ്തെന്നും ഘടകകക്ഷികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. അദ്ദേഹത്തോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് പറ്റിയ ഒരു അബദ്ധമാണ്, ഒരു സെന്റൻസിൽ ഒരു നാക്കുപിഴയാണ് എന്ന് അദ്ദേഹം രണ്ടാമത് അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനേക്കാൾ കൂടുതൽ അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ച് പറയാൻ ഞാൻ തയ്യാറല്ല. അത് നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതിനിടെ സുധാകരന്റെ RSS പരാമർശങ്ങൾ CPM ശക്തമായ ആയുധമാക്കുകയാണ്. ആവർത്തിച്ചുള്ള പരാമർശങ്ങൾ നാക്കുപിഴയല്ലെന്ന് CPM നേതാക്കൾ വിമർശിച്ചു. തുടർച്ചയായി രാവിലെ പറയുന്നു, വൈകുന്നേരം പറയുന്നു, പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പറയുന്നു. അതൊക്കെ നാക്കുപിഴയാ? ഓരോ ദിവസവും നാക്ക് പിഴക്കുവോ? സുധാകരന്റെ മനസ്സ് BJPക്കൊപ്പം എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം. കെ സുധാകരന്റെ മനസ്സ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് BJPയോടൊപ്പമാണെന്നാണ്. അദ്ദേഹത്തിന്റെ 2-3 പ്രസ്താവനകൾ കാണുമ്പോൾ കോൺഗ്രസിലാണ് ഇരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിപ്പോൾ BJPയോടൊപ്പമാണെന്നാണ് കാണാൻ കഴിയുന്നത്. അടുത്ത UDF യോഗത്തിൽ കെ സുധാകരന്റെ പരാമർശങ്ങൾ കടുപ്പമേറിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുമെന്ന ഉറപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം. മുതിർന്ന കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ CK ശ്രീധരൻ CPMലേക്ക്. ദേശീയ സംസ്ഥാന നേതൃത്വത്തിന്റെ തെറ്റായ രാഷ്ട്രീയ നിലപാടിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. ശനിയാഴ്ച കാഞ്ഞങ്ങാട് MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ ശ്രീധരന് CPM സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. KPCC ഉപാധ്യക്ഷനായിരുന്ന CK ശ്രീധരൻ 4.5 പതിറ്റാണ്ട് നീണ്ട കോൺഗ്രസ് ബന്ധം അവസാനിപ്പിക്കുന്നു. ദേശീയ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടുകളിൽ അതൃപ്തി വ്യക്തമാക്കിയാണ് രാജി. KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനം ജനം വിലയിരുത്തട്ടെ എന്ന് CK ശ്രീധരൻ. കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംഘടനാ നേതൃത്വം കൈക്കൊള്ളുന്ന നിലപാടുകൾ, അവർ സംഘടനാ നേതൃത്വം പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ ഓരോ വിഷയങ്ങളിലും എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ ജനങ്ങൾ വിലയിരുത്തും എന്ന് മാത്രമേ ഞാൻ പറയുന്നു. മുതിർന്ന നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിക്കാൻ നീക്കം നടന്നുവെങ്കിലും ശ്രീധരൻ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഉപാധികളോടെയാണോ CPMൽ ചേരുന്നതെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: കോൺഗ്രസ് വിടാനുള്ള എൻ്റെ തീരുമാനം ഏതെങ്കിലും പദവികളോ സ്ഥാനങ്ങളോ ഒക്കെ നേടുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള ഒരു തീരുമാനം ആണെന്നുള്ള ദുർവ്യാഖ്യാനം ചില കോണുകളിൽ നിന്നൊക്കെ ഉണ്ടെങ്കിലും അത് ഞാൻ ഗൗരവമായി എടുക്കുന്നേയില്ല. പാർട്ടി വിടുന്നത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം വ്യാഴാഴ്ച നടത്തും. അന്ന് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തും. ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ കൂടുതൽ പേർ പാർട്ടി വിട്ടേക്കും. ശനിയാഴ്ച വൈകിട്ട് CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാറാണ് CK ശ്രീധരനുള്ള സ്വീകരണ പരിപാടി. CPM ജില്ലാ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. KV ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. ജർമ്മനിയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് പോയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 17-ന് മടങ്ങിയെത്തും. തൊണ്ടയിലെ ലേസർ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പൂർണ്ണ വിശ്രമത്തിലാണ് അദ്ദേഹം. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായും
ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടരുന്നതിനാൽ മടങ്ങാൻ വൈകിയതെന്നും കുടുംബാംഗങ്ങൾ അറിയിച്ചു. ബെന്നി ബെഹ്നാൻ എംപിയും ജർമ്മനിയിലേക്ക് ഉമ്മൻചാണ്ടിയെ അനുഗമിച്ചിരുന്നു. AICC നേതൃത്വത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ ചികിത്സ. കത്തിപ്പടർന്ന കത്തുവിവാദം. തിരുവനന്തപുരം കോർപ്പറേഷൻ കത്ത് വിവാദത്തിൽ അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഉടൻ കൈമാറും. മേയർ ആര്യ രാജേന്ദ്രൻ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന പരാതിയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ നോട്ടീസ് അയച്ചു. നഗരസഭാ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി രാജ്ഭവൻ ധർണയിൽ പങ്കെടുപ്പിച്ചെന്ന് BJP ആരോപിച്ചു. ഈ മാസം 19-ന് നഗരസഭ പ്രത്യേക കൗൺസിൽ യോഗം ചേരാനും തീരുമാനമായി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നിയമനവുമായി ബന്ധപ്പെട്ട കത്ത് വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് SP-ക്ക് കൈമാറി. ക്രൈംബ്രാഞ്ച് മേധാവി സ്ഥലത്തില്ലാത്തതിനാൽ അടുത്ത ദിവസങ്ങളിലാകും റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുക. തുടർന്ന് റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടി DGP തീരുമാനിക്കും. നഗരസഭാ ജീവനക്കാരിൽ ഇനി മൊഴിയെടുക്കേണ്ടവരുടെ പട്ടികയും അന്വേഷണ സംഘം തയ്യാറാക്കി. അതിനിടെ മേയർ ആര്യ രാജേന്ദ്രനും നഗരസഭാ സെക്രട്ടറിക്കും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ നോട്ടീസ് അയച്ചു. മേയർ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന് കാണിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് സുധീർ ഷാപ്പാലോട് നൽകിയ പരാതിയിലാണ് നടപടി. നോട്ടീസിന് 20-നകം രേഖാമൂലം മറുപടി നൽകാനും ഡിസംബർ 2-ന് ഓൺലൈൻ സിറ്റിംഗിൽ ഹാജരാകാനുമാണ് നിർദ്ദേശം. അതിനിടെ LDF-ന്റെ രാജ്ഭവൻ ധർണയിൽ നഗരസഭാ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി പങ്കെടുപ്പിച്ചെന്ന് BJP ആരോപിച്ചു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേക കൗൺസിൽ ചേരണമെന്നുള്ള ആവശ്യം BJP കൗൺസിലർമാർ ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്ന് 19-ന് പ്രത്യേക കൗൺസിൽ ചേരാനും തീരുമാനമായി. ഇന്ന് നഗരസഭാ കാര്യാലയത്തിൽ BJP UDF കൗൺസിലർമാരുടെ പ്രതിഷേധങ്ങൾ അരങ്ങേറി. മേയറും CPM ജില്ലാ സെക്രട്ടറിയും കത്തെഴുതിയത് പ്രതീകാത്മകമായി അവതരിപ്പിച്ചായിരുന്നു UDF കൗൺസിലർമാരുടെ പ്രതിഷേധം. ന്യൂസ് 18 തിരുവനന്തപുരം. തൃക്കാക്കര കൂട്ടബലാത്സംഗ കേസിൽ ആരോപണ വിധേയനായ CI PR സുനുവിനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. ഇന്ന് രാവിലെയാണ് സുനു അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായത്. സുനുവിനെ ഇന്നലെയും ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. സംഭവത്തിൽ ആഴത്തിലുള്ള അന്വേഷണം നടക്കുന്നതായും പരാതിയിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകാനുണ്ടെന്നും DCP പറഞ്ഞു. അതിൽ നമുക്കിനി കുറച്ചുകൂടി ആഴത്തിലുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ വിട്ടയച്ചത്. ഇന്നിപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞങ്ങളത് പറയാം, കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാം. അത് കുറച്ചുകൂടി വെരിഫൈ ചെയ്തിട്ട് പറയാം. അങ്ങനെ കുറച്ച് അതിൽ തന്നിട്ടുള്ള പരാതിയിൽ കുറേ കാര്യങ്ങൾ ഇനിയും വ്യക്തമാവാനുണ്ട്, അതിൽ പരിശോധിക്കാനുണ്ട്. വയനാട് അമ്പലവയൽ പോക്സോ കേസിൽ അന്വേഷണം സജീവമെന്ന് പറയുമ്പോഴും പ്രതിയായ ASI TJ ബാബു ഒളിവിൽ തന്നെ. FIR ഇട്ട് 3 ദിവസം കഴിഞ്ഞിട്ടും ASIയെ പിടികൂടാനായിട്ടില്ല എന്നാണ് പോലീസ് വിശദീകരണം. പോലീസ് അന്വേഷണങ്ങളിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ് ഇരയായ പെൺകുട്ടിയുടെ പിതാവ് രംഗത്തെത്തിയിരുന്നു. എല്ലാ വിവരങ്ങളും മറച്ചുവെക്കുന്ന സമീപനമാണ് പോലീസ് ഇതുവരെ സ്വീകരിച്ചതെന്നാണ് പെൺകുട്ടിയുടെ പിതാവിന്റെ ആക്ഷേപം. സംഭവത്തിൽ SC/ST കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. ഗായകൻ ഹരിശങ്കറിനെയും ഭാര്യയെയും വിവാഹ വിരുന്നിനായി സംഘടിപ്പിച്ച ഗാനമേളക്കിടയിൽ ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. കായംകുളം സ്വദേശി ദേവനാരായണനാണ് അറസ്റ്റിലായത്. ഇന്നലെ രാത്രി 10 മണിക്ക് കുറ്റിത്തെരുവിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ആക്രമണം. ഗാനമേളക്കിടയിൽ പ്രതി സ്റ്റേജിൽ കയറി തുള്ളിയത് തടഞ്ഞതാണ് പ്രകോപനത്തിന് ഇടയാക്കിയത്. ആറ്റിങ്ങലിൽ കൂട്ടത്തല്ല്. വിദ്യാർത്ഥികളാണ് തമ്മിലടിച്ചത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം. പോലീസ് എത്തിയപ്പോഴേക്കും വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടു. സമസ്തയെ നിയന്ത്രിക്കുന്നത് ഇടത് അനുകൂലികളുടെ സംഘമാണെന്ന ക്യാമ്പയിനുമായി വാഫി അസോസിയേഷൻ. ഹക്കീം ഫൈസി ആദിശ്ശേരിക്കെതിരായ നടപടിക്ക് പിന്നിൽ ഇടത് അനുകൂലികളുടെ ചുവപ്പൻ സംഘമാണെന്നും സമസ്ത നേതൃത്വവുമായി സംസാരിക്കാൻ കഴിയുന്നത് ഇവർക്ക് മാത്രമാണെന്നും വാഫി അസോസിയേഷൻ കുറ്റപ്പെടുത്തുന്നു. ഈ സംഘത്തിന്റെ ലക്ഷ്യം പാണക്കാട് കുടുംബത്തിന്റെ സ്വീകാര്യത തകർക്കലാണെന്നും ആരോപണമുണ്ട്. ഹക്കീം ഫൈസി ആദിശ്ശേരിയെ പുറത്താക്കിയ നടപടിക്ക് പിന്നിൽ സമസ്തയിലെ ഇടത് ഫ്രാക്ഷനാണെന്ന് സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലൂടെ സ്ഥാപിക്കുകയാണ് വാഫി അസോസിയേഷൻ. സമസ്തയെ നിയന്ത്രിക്കുന്നത് ഇടതാനുകൂലികളുടെ ചുവപ്പൻ സംഘമാണെന്നും നേതൃത്വവുമായി സംസാരിക്കാൻ കഴിയുന്നത് ഇവർക്ക് മാത്രമാണെന്നും വാഫി അസോസിയേഷൻ നേതാവ് മുസ്തഫ വാഫി ആരോപിക്കുന്നു. തീർത്തും ഭൗതികവും വ്യക്തിപരവുമായ ലക്ഷ്യങ്ങളുള്ള
ചുവപ്പൻ രാഷ്ട്രീയത്തിന്റെ അച്ചാരം കൈപ്പറ്റുന്ന, ഞാൻ ആവർത്തിച്ചു പറയുന്നു, ചുവപ്പൻ രാഷ്ട്രീയത്തിന്റെ അച്ചാരം പറ്റുന്ന ഒരു ചെറുവിഭാഗമാണ്. ദൗർഭാഗ്യകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംഘശക്തിയുടെ പ്രധാന നേതാക്കളുമായി, നാം ഏറെ ആദരിക്കുന്ന നമ്മുടെ ഉസ്താദുമാരുമായി ഇടപഴകാനും സംസാരിക്കാനും എപ്പോഴും അവർക്ക് മാത്രം അവസരം കിട്ടുന്നു എന്നതാണ്. ഇതൊരു ത്തിനുള്ള സ്വീകാര്യത സംഘത്തിന്റെ ലക്ഷ്യമെന്ന് ശബ്ദ സന്ദേശത്തിൽ കുറ്റപ്പെടുത്തുന്നു. പാണക്കാട് കുടുംബത്തിനും മുസ്ലിം ലീഗിനും CIC നൽകുന്ന പിന്തുണയാണ് സമസ്തയിലെ ഇടതാനുകൂലികളെ ചൊടിപ്പിച്ചതെന്നും ആരോപണമുണ്ട്. സമസ്തയെ നമ്മുടെ ആദർശ പ്രസ്ഥാനമായി നെഞ്ചേറ്റുന്ന അതേ സമയത്തു തന്നെ ആദരണീയരായ പാണക്കാട് കുടുംബം നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയധാരയെയും നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ നമ്മൾ പൂർണ്ണമായി പിന്തുണക്കുകയാണ്. പാണക്കാട് കുടുംബം നേതൃത്വം കൊടുക്കുന്ന ആ വഴിയിലൂടെ മാത്രമേ നമുക്ക് അന്തസ്സുള്ള സാമൂഹിക നിലനിൽപ്പുണ്ടാവൂ എന്ന നമ്മുടെ ഉത്തമ ബോധ്യം നാം നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൃത്യമായി പകർന്നു കൊടുക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചുവപ്പിൽ നിന്ന് അച്ചാരം പറ്റുന്ന ചില ആളുകളെ ചൊടിപ്പിക്കുന്ന മറ്റൊരു കാര്യം. മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്ക് എന്നുപോലും അറിയപ്പെട്ടിരുന്ന സമസ്തയെ നിയന്ത്രിക്കുന്നത് ഇടത് അനുകൂലികളാണെന്ന ആരോപണം ഗൌരവമുള്ളതാണ്. പാണക്കാട് കുടുംബം ഒപ്പമുണ്ടെന്ന ഹക്കീം ഫൈസി അദ്രശ്ശേരിയുടെ അവകാശവാദത്തിന് ബലം പകരുകയാണ് വാഫി അസോസിയേഷൻ. അടുത്ത ദിവസങ്ങളിൽ സമസ്ത പോഷക സംഘടനകൾ സംഘടിപ്പിക്കുന്ന വിശദീകരണ യോഗങ്ങളിൽ വാഫികളോട് ആരോപണങ്ങൾക്കുള്ള മറുപടിയുണ്ടാവും. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18, കോഴിക്കോട്. ഗവർണർ മാധ്യമങ്ങളെ കാണുന്നു ഡൽഹിയിൽ തത്സമയം. Judiciary, what they uphold is law of the land. They have upheld the law of the land. But as Chancellor of the universities, I had become totally frustrated last 3 years. Despite giving assurance to me in black and white, the interference continued. And now I think the higher judiciary, things have become clear, and now it will not be possible anybody to illegally interfere in the functioning of the universities. It is very clear now. I have told you again and again, all over the country, the job to run the universities is with the Chancellor. The job to run the government is with the elected government. This is how the constitution and the conventions have evolved. I've repeatedly said, give me one instance where I have tried to interfere in the business of the government. I shall resign that very moment. I can give you 1,001 examples where they have kept interfering in the functioning of the university on a daily basis. So, but some people were trying to create confusion. Fortunately, now everything has been made, by and large, made clear by the judgments of the Honorable Supreme Court and Honorable High Court. Yesterday, Kerala Speaker said that he is very much optimistic about the clash between you and the government. Everything will be sorted out. That is his word. As far as I am concerned, you keep within your limits, I will keep within my limits. There is no confrontation. There is no confrontation. But universities cannot be allowed to become departments of the ruling party. We have rule of law in this country, not the rule of those who are elected to the government. Individuals rule of law that runs contrary to the concept of rule of law. You were asking something. Sir, what will be the future of the rest of the VCs? You are more concerned about the VCs. I am not concerned about individuals. I am concerned that the bright students of Kerala, after 12, they migrate to other states. Why? Because they say that if they get into a course of 4 years duration, Kerala, it is not possible in any university to complete the course in less than 5.5 years. So here only, I asked some of these students, I said, I'm not trying to... It is so dismal. We have one of the most robust school system in Kerala. Since last more than 5-6 decades,
But the research, these are not my words. These are the words of Professor C.N.R. Rao, who is a Bharat Ratna, who heads one of the biggest scientific establishment of government of India. He says research in Kerala universities has come to a standstill. Why? Because bright students of Kerala, they do not want to stay in Kerala. So much party politics, so much interference in the universities, they go safely to some other places. Sir, do you think that the protest in front of Raj Bhavan is a pressure tactic? I'm not going to deal with these things, but one thing I can tell you, I think there is enough evidence for you to come to conclusion that I'm not the type of person who can be pressurized. Sir, CPM leaders are coming out and saying on media that a bill will come, and they are proposing a bill, and they're saying that by law they will amend the... Okay, send the bill to me. Why announce to the public? They don't have to sign it. I have to sign it. So send it to me. I will examine the earlier bills which they are complaining about that I have not signed. I have written letter to Honorable Chief Minister saying I have certain queries to make. Please come and explain to me. They do not explain the 2 months old bills. They do not come to the Raj Bhavan. Do you hope they will come to the... Because they themselves know that what they are doing is not in accordance with law. Therefore, they don't want to come to Raj Bhavan. Sir, you said that you will not allow intervention in the university. I have not said. I have said this is an accepted convention. This is an accepted principle. Not only in Kerala, all over India. Not only all over India, all over the world. If you have to go to any democracy, if a minister wants to have consultation with the expert of a subject, some professor, he does not call him to his office. He drives to the house of the or the office of the academic. People show so much. Here we have vice chancellors because they have been... Why are you not raising this question? That Kerala had, till last year, it had only 13 universities. And all appointments are illegal. Why don't you raise this? I'm asking you. Why don't you raise this issue? Is there any other any other state where 100% appointments have been done in violation of the law of the land? Why? Because that is how they are functioning. They think it is their universities have become fiefdom and property of the party cadre and their relatives. Sir, some left leaders are saying that the post of governor should be... Give the name. Even Give the name. CPI No, give the name. Just now what I have heard. Yeah. Just now what I have heard is that the topmost leader of the party is saying there is nothing personal against Arif Muhammad Khan. Okay, sir. Then so why you are trying to put words in their mouth? Okay, sir. Then CPI General Secretary D. Raja. I don't want to comment. No, I am just saying that they are part of LDF. They say that governorship is a continuation of colonial mindset. They don't want the governorship. You don't want to have their own personal independent opinions? I respect their opinion. It is for the country to decide whether that opinion is to be entertained or not entertained. But as far as having an opinion is concerned, I shall not question anybody for having an opinion, even though I may not like it. So earlier you have said that you will move against the complaints and allegations against CM. You have come to... No, I have not. I have never said. I have never said. I have said whatever complaint comes to me, I shall move according to the law. Sir, in that gold smuggling case you mentioned last time. What I have mentioned, I have said, please don't try to confuse issues. No, sir. We want a clarity. What I have said is, why is it that all these things ultimately, those who are openly involved in these activities, they are found to be sitting in CM office? This is the question what I have raised. After all,
any minister, even in the central government or state minister, his personal secretary, private person, private secretary, is considered minister's alter ego. And here, that person is arranging job for the scam accused. He is helping her in all possible ways. Likewise now, this underqualified person was being appointed in Kannur University. And who is the man who is directing the show? The man who is sitting in CM office. Suppose he were not there. Could he have managed or pressurized the Vice Chancellor to appoint his relative against a position where she lacked the qualifications? That is the question which I have. Now Kerala government sent a ordinance and the bill will follow. So are you ready to vacate the chancellorship? I am ready to vacate. I have not seen even the I will say, have you read the judgment of the Supreme Court? No? The whole thing is about whose representative will be there on the selection committee. So, and they have said in the Calcutta case, they have said, state government has no role in the appointment of the vice chancellors. Please, I mean, I will be very happy to interact with you for the whole day, provided you do your homework. You do not come prepared with your homework. The very thing goes against the judgment of the Honorable Supreme Court. And then you are asking me whether I will sign it. Do you expect me to sign something which is violative of clearly violative of the judgment of the Honorable Supreme Court? Violative of the UGC regulations? Don't expect from me. And come prepared, please. Thank you very much.